ഭാനു, ചേച്ചി എപ്പോ വന്നു? ഞാൻ വന്നതേ ഉള്ളൂ. ഭരതനോടെല്ലാം പറഞ്ഞു. നീ ചെയ്തതാ ശരി മോളെ. ഭരത്താവുമ്പോ ബുദ്ധിപൂർവ്വം ഇതൊക്കെ കൈകാര്യം ചെയ്തോളൂ. എനിക്കതല്ല ചേച്ചി മനസ്സിലാവാത്തെ. ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? ഒരിക്കലും ജയേഷ് അങ്ങനെ ഒരാളായിരുന്നില്ല. ഇവിടെ പണമാണ് ഭാനു വിഷയം. ഇതൊക്കെ മോഹൻ മാമന്റെ നീക്കങ്ങളാവാനാണ് സാധ്യത. നീ മോഹൻ മാമനോട് എതിർത്ത് സംസാരിച്ചതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്തായാലും ഇന്നത്തോടെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവും. ഭരത് ജയേഷിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശരിക്കൊരു ട്രാപ്പാ. നിന്നോട് അവൻ അങ്ങനെ കാണിക്കാമെങ്കിൽ നിന്റെ ഏട്ടനായ ഭരത്തിനും കാണിക്കാം. ഭരത്തേട്ടൻ എങ്ങനെ ട്രാപ്പിലാക്കിയെന്നാ ചേച്ചി പറയുന്നത്? കള്ളനോട്ട് കേസിലാ ജയേഷിനെ പൊക്കിയത്. എന്തായാലും ഇനി അവൻ നിന്നോട് നോക്കിയും കണ്ടുപോയി കളിക്കും. അതൊന്നും വേണ്ടായിരുന്നു ചേച്ചി. അതെന്താ, നിനക്ക് അവനോട് ഇപ്പൊ അനുകമ്പ തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. പ്രശ്നങ്ങൾ വലുതാക്കണ്ടെന്ന് കരുതി പറഞ്ഞതാ. വാ, അത് നമ്മൾ മാത്രം വിചാരിച്ച പോരല്ലോ ഭാനു. അവരും കൂടി ചിന്തിക്കണ്ടേ? അമ്മ പറഞ്ഞതാണ് ശരി. ഇതൊക്കെ അമ്മയുടെ ഇളയമ്മയുടെ കളികളാവാനും ചാൻസ് ഉണ്ട്. ഞാനൊന്നും അമ്മയോട് പറഞ്ഞില്ലേ ചേച്ചി? ഞാൻ അമ്മയോടെല്ലാം പറഞ്ഞു. അമ്മയോട് എന്തിനാ നമ്മൾ ഒളിച്ചു വെക്കുന്നത്? മിക്കവാറും മകനെ രക്ഷിക്കാൻ വേണ്ടി അമ്മയോട് യാചിക്കാനാവും മോഹൻ മാമന്റെ ഈ വരവ്. അങ്ങനെയുള്ള കേസിലാണ് ഭരത് അവനെ കുടുക്കിയിരിക്കുന്നത്. ഭാനു, ഇവിടെ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്നോട് കാണിച്ച നെറുകേടിന് തിരിച്ചൊരു പണി കൊടുത്തു എന്ന് കരുതിയാ മതി. അല്ല ചേച്ചി, ഇനി ഇതിന്റെ പേരില് കോളേജിൽ വെച്ച് എന്നോട് പക പോക്കാൻ വന്നാലോ? എന്താ, നിനക്ക് അങ്ങനെ വല്ല സംശയമുണ്ടോ? പറയാൻ പറ്റില്ല ചേച്ചി. കോളേജിൽ ആർക്കും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അതാ എന്റെ പേടി. ഇത് അവന്റെയും ഭാവിയുടെ കാര്യമാവുമ്പോ മറ്റാരെ അറിയിക്കാതിരിക്കാനേ അവനും നോക്കൂ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവുന്ന. ഇനി നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. ഇതൊക്കെ ഞാൻ ഗിഫ്റ്റ് ഒക്കെ തിരികെ കൊടുത്ത് ഗുഡ് ബൈ പറഞ്ഞതിന്റെ ദേഷ്യം തീർക്കല ചേച്ചി. കോളേജിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാകാതിരുന്നാ മതി ചേച്ചി. ഉണ്ടായ പിന്നെ ഞാൻ കോളേജിലേക്ക് പോയില്ല. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനാ ഭരത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതോടെ അവൻ മര്യാദക്കാരനായിക്കോളും. സേതുവേട്ടനൊന്നും ഇക്കാര്യങ്ങൾ അറിയാത്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഒന്നും നിൽക്കില്ലായിരുന്നു. ഒരു 4-5 പോലീസ് കേസെങ്കിലും ഉണ്ടായെന്നെ. നമുക്ക് നോക്കാം ഭാനു. ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയല്ലേ പറ്റൂ.